ഹലോ ഗൈസ്, പുഷ്പ 2. അപ്പോൾ ഇന്ന് പുഷ്പ 2ൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ബീഹാറിൽ ഒരു ഈവൻറ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നി, നമ്മളിപ്പോൾ വിജയണ്ണൻ്റെ ഇപ്പോൾ നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ആംബിയൻസ് നമ്മൾ കണ്ടല്ലോ, അതിനെക്കാട്ടി രണ്ടിരട്ടി സെറ്റപ്പിൽ രണ്ടിരട്ടി പവർഫുള്ളിൽ പുഷ്പ 2ൻ്റെ ഈവൻറ്റ് നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുൻ മൂവീസ് റിലീസാകുമ്പോൾ എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് വന്ന് കാണുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാർ, അതായത് വേൾഡ് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ. അദ്ദേഹത്തിൻ്റെ പുതിയ പടം പുഷ്പ 2ൻ്റെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. മലയാളം ലേറ്റ് ആയിട്ടാണ് വന്നത്. മലയാളം കണ്ടാലേ നമുക്ക് നമ്മളെ അണ്ണൻ്റെ പവർ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പുഷ്പ 2ൻ്റെ മലയാളമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്, റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പുഷ്പ 2 2 മിനിറ്റും 48 സെക്കൻഡും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. താരത്തില്ലടാ. നമ്മളെ പുലിമുരുകനിലെ അണ്ണനെ കൊണ്ടല്ലോ ഇല്ലേ? ഓ സത്യം പറയാലോ, ഇങ്ങനെ പേര് ഇത് കാണിക്കുന്ന തന്നെ ബ്രാൻഡാണ്. സിനിമയിലോണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ എന്താ പറയുക, എന്നെ പറ്റി അറിയണമെങ്കിൽ എൻ്റെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും കാണിക്കേണ്ട. അല്ലു അർജുൻ എഴുതി കാണിച്ചാൽ മതി. അതാണ് ഇങ്ങനെ ബ്രാൻഡ്. ഞാൻ പറഞ്ഞില്ലേ, സെയിം. ഇത്തവണ ഇതുണ്ട്. പക്ഷേ സംഭവം ഉണ്ടല്ലോ, അല്ലു അർജുന് പല സീൻസും ഇതിനകത്ത് ഇഷ്ടപ്പെടാതെ വീണ്ടും റീഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് പുഷ്പ 2. അപ്പം മാസ് ഇതിനെക്കാട്ടും വലുതായിരിക്കും. പഴയ മറ്റേ പുഷ്പ 1-നെക്കാട്ടും പുഷ്പ 2 ആയിരിക്കും തീ കത്താൻ പോകുന്നത്. DSP കങ്കോവാ. എടേ, ഇപ്പൊ താരത്തില്ലെന്ന് പറഞ്ഞ കാലിക്കൂടിയാണോ താഴാത്തത്? ഓ മൈ ഗോഡ്. വിചാരിച്ചുള്ളൂ എവിടെ പോയി നമ്മളെ അണ്ണൻ വന്താച്ചടാ, വന്താച്ചടാ. ഉണ്ട് പുഷ്പ. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി സംഭവം മറ്റേ പുഷ്പ 1-നെക്കാട്ടും ഇത് ഫയറായിട്ട്, അതായത് എക്സ്പാൻഡ് വലിയ സ്കെയിലിൽ എടുത്തിരിക്കുന്ന പടം വന്നത്. ഇപ്പൊ റോക്കി ബായില് മറ്റേ KGF 2 സീനൊക്കെ വന്നേക്കുന്നത്. ഈ പാട്ടിൻ്റെ സ്കിൽസാണ് ഇപ്പോൾ ലീക്കായത്. ഈ 3-4 കങ്കു ഇറങ്ങുന്ന 2-3 ദിവസം മുമ്പ് എന്തോ ലീക്കായി, അങ്ങനെ എന്തോ അതിൻ്റെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. ശരി, ഏയ് പിന്നല്ല. താരത്തില്ലെന്ന് മാറ്റി ഇപ്പൊ വേറെ എന്തെങ്കിലും ആക്കിയ. ഓ
ഡിസംബർ 5. എല്ലാത്തിലും ഉണ്ട്. 3D 4DX എപ്പിക്ക് എല്ലാം ഉണ്ടല്ലോ. എപ്പിക് സിനിമാസിൽ എല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഡിസംബർ 5 അടുത്ത സംഭവം വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം വൻ സിനിമകളുടെ പട തന്നെയായിരുന്നു. എല്ലാം നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് എത്തിയത്. ചില പടങ്ങളൊക്കെ എത്തേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഡിസംബർ 5 ഇനിയിപ്പോൾ ലാസ്റ്റ് 2024 ലാസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ പടമായിരിക്കും. ഒറ്റയടിക്ക് വന്ന് തൂക്കി അടിച്ചിട്ട് പോകുന്നു നോക്കൂ. ഈ ഒരു പടം ഒറ്റയടി തൂക്കായിരിക്കും. വരാൻ പോകുന്ന പുഷ്പ 2, മാർക്ക് മൈ വേർഡ്സ്, പുഷ്പ 2 ഡിസംബർ 5 റിലീസ് ആകുമ്പോൾ അതുവരെ ഏത് പടം ഇറങ്ങിയോ മക്കളെ ബോക്സ് ഓഫീസ് കത്താൻ വേണ്ടി റെഡി ആയിക്കോ. കാരണം നമ്മൾ അണ്ണൻ പല സീനും കണ്ടിട്ട് അണ്ണന് ഇഷ്ടപ്പെടാതെ വീണ്ടും റീഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിനെക്കാട്ടും അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് എന്താണ് പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയർ.